കുട്ടികള് വീടിന്റെ മാലാഖമാരാ. പിന്നെ എങ്ങനെയാ അവര് ദുശകനാവുന്നത്? പിള്ളച്ചേട്ടൻ ഇവിടെ വരുന്നതിലും പോകുന്നതിലും അച്ഛനെ സഹായിക്കുന്നതിലും ഒക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്റെ കുഞ്ഞിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ദയവ് ചെയ്ത് ഒരു വാക്ക് പോലും പറയരുത്. ഓ കരയല്ലേ വാവേ? വാവ കരയുന്ന ശബ്ദം കേട്ട് നിങ്ങൾ എടുക്കാൻ വന്നതാ. വാവ കരഞ്ഞ വേഗം ഓടി വന്ന് നോക്കണേ, അല്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറയും. ദേ സത്യ, അവളെന്നെ നോക്കി ചിരിക്കുന്നു. ചേച്ചിമാരാ വാവേ, ഇത് പപ്പി ചേച്ചി, ഞാൻ സത്യ ചേച്ചി. അല്ല, വാവയുടെ പേരെന്താ? അതിനിവൾക്ക് പേരിട്ടിട്ടില്ലല്ലോ സത്യ. അയ്യോ, അപ്പൊ ഇനി വാവേനെ നമ്മൾ എന്ത് വിളിക്കും? എന്താ പപ്പി നമ്മളെ വിളിക്കുക? നമുക്ക് ആലോചിക്കാം സത്യ. ആ, ശാലിനി കുഞ്ഞ് വരുന്നുണ്ട്. മോള് കരയുന്നുണ്ടല്ലോ. കുറച്ചേരായി തുടങ്ങിയിട്ട്. അതങ്ങനെ പെറ്റതള്ളയില്ലല്ലോ. വിധി അല്ല, എന്താ പറയാനാ. അറിവില്ലാത്ത കൊച്ചുങ്ങളാകുമ്പോ ഇങ്ങനെ ആടോ പിള്ളേ. എല്ലാം ഓരോരോ യോഗം. അല്ല, എന്താ പറയാനാ. അപ്പൊ വാവയെ രണ്ടുപേരും കൂടി കളിപ്പിക്കായിരുന്നോ? അതാ കരച്ചില് പെട്ടെന്ന് നിന്നതല്ലേ? ആണോ? പിള്ളേ, ഇപ്പൊ ശബ്ദം നിന്നല്ലോ. ആ, അപ്പൊ അതാ കാര്യം. വിശന്നിട്ടാവേ അവള് കരഞ്ഞത്. പിന്നെ വിശപ്പ്. നമ്മൾ ഇവളെ എന്താ വിളിക്കുക? ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവളെ കിങ്ങിണിന്ന് വിളിക്കാം. എന്നിട്ട് നമുക്ക് നല്ലൊരു പേര് കണ്ടുപിടിക്കാം, അല്ലേ? പാലെടുത്ത് വെച്ചിരുന്നു, ചൂടാറത്തോണ്ട് ഞാനെടുത്ത് കൊടുക്കാഞ്ഞത്. ഓ ഓ ഓ കുഞ്ഞെ, ഈ മോളിവിടെ നിൽക്കുന്നതില് പിള്ളച്ചേട്ടൻ എന്തിനാ ഇത്രയധികം എതിർപ്പ് കാണിക്കുന്നത്? മോളുടെ കരച്ചില് കേട്ട അപ്പൊ തുടങ്ങും കുറ്റപ്പെടുത്തിയുള്ള സംസാരം. അത് കേട്ടാ ആർക്ക് സങ്കടം വരുന്ന രീതിയിലാ പിള്ളച്ചേട്ടൻ പറയുന്നത്. പറഞ്ഞു പറഞ്ഞ് രാഘവൻ സാറിന്റെ വരെ മനസ്സ് മാറ്റിയിരിക്കുക. മോള് ദുശകുനമാണെന്ന് പറയുന്നത് മുഴുവൻ പിള്ളച്ചേട്ടനാ. ഓ വാ വാ വാ. ഓ, ഇപ്പൊ നീ പാല് കുടിക്കാറായെങ്കിൽ കൊടുക്ക്. ഓ ആ വാ. ഓ വാവേ, ഇവിടെ പൊന്നാൻറ്റി. എടോ, ആ കുഞ്ഞിനെ പാലും കൊണ്ടുപോയി പൊന്നിയും കാണുന്നില്ലല്ലോ. വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ വയ്യ. ഡോ, ഒന്ന് പോയി നോക്കിട്ട് വേടോ. ആ, ദേ ശാലിനി കുഞ്ഞ് വരുന്നു. പിള്ളച്ചേട്ടാ, ശാരികേച്ചിയുടെ മോൾ ഇവിടെ നിൽക്കുന്നതില് പിള്ളച്ചേട്ടന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, അതെന്താ കുഞ്ഞ് അങ്ങനെ പറഞ്ഞത്? അല്ല, പിള്ളച്ചേട്ടന്റെ സംസാരം കേട്ടാ അങ്ങനെ തോന്നും. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഈ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിന് എന്താ പിള്ളച്ചേട്ടാ കുഴപ്പം? പിള്ളച്ചേട്ടൻ ജോത്സ്യനൊന്നും അല്ലല്ലോ ഇതിന്റെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാൻ. നിങ്ങളെപ്പോലുള്ളവരാ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നത്. നല്ലതായാലും ചീത്തയായാലും ആ കുഞ്ഞ് എന്റെ രക്തമാ, എന്റെ സ്വന്തം ചോര. അതിനെന്ത് ദോഷമുണ്ടെങ്കിലും അത് ഞാൻ സഹിച്ചു. എന്റെ ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വരെ ആ കുഞ്ഞിവിടെ ഉണ്ടാവുകയും ചെയ്യും. അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇനി അഥവാ അവളെ പറഞ്ഞയക്കണമെന്നുണ്ടെങ്കിൽ കൂടെ ഞാനും ഇറങ്ങേണ്ടി വരും. അയ്യോ, അല്ല മോളെ, അത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം. കുട്ടികള് വീടിന്റെ മാലാഖമാരാ. പിന്നെ എങ്ങനെയാ അവര് ദുശകനാവുന്നത്?
പിള്ളച്ചേട്ടൻ ഇവിടെ വരുന്നതിലും പോകുന്നതിലും അച്ഛനെ സഹായിക്കുന്നതിലും ഒക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്റെ കുഞ്ഞിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ദയവ് ചെയ്ത് ഒരു വാക്ക് പോലും പറയരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ. ആ, അവള് പറയുന്നതിലും കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. പിള്ളേ, ഇയാളോട് പോവാ ഈ സമയത്ത്? ഇയാൾ പിള്ള എന്തൊരു കഷ്ടമാ നോക്ക്. ചുമ്മാ ഓ ഓ ഓ വാവേ വാവേ, ഓ ഓ ഓ പൊന്നി, മോള് കരഞ്ഞ പെട്ടെന്ന് വന്ന് എടുത്തേക്കണേ. കുട്ടികളുടെ കരച്ചില് എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അല്ല, ആരുമല്ല, വെറും ഒരു ജോലിക്കാരൻ മാത്രം. ഏട്ടാ, എന്തു പറ്റി? കുറെ നേരമായിട്ട് ആലോചിച്ച് കൂട്ടുവാണല്ലോ. ഹേയ്, ഒന്നുമില്ല. ഏട്ടാ, ഫുഡ് റെഡിയാക്കി വെച്ചിരിക്കുക. ഏട്ടനോട് ചോദിച്ചിട്ട് വിളമ്പാന്ന് വെച്ചു. എന്നാ നീ വിളമ്പിക്കോ, കഴിച്ചേക്കാം. എന്താ ഏട്ടാ, ഏട്ടന്റെ മുഖം കണ്ടിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നുമില്ല. നീ ഉണ്ട്, എന്തോ ഉണ്ട്. എന്താണെന്ന് എന്നോട് പറ. എന്ത് പറയാൻ? തെറ്റ് കാണിച്ചാൽ ചിലപ്പോ അമ്മമാര് നമ്മളെ വഴക്ക് പറയും. എത്ര തവണ നമ്മുടെ അമ്മ നമ്മളെ വഴക്ക് പറഞ്ഞിരിക്കുന്നു അല്ലേ? അതും കാര്യമില്ലാത്ത കാര്യത്തിന്. ഏട്ടനെ ആര് വഴക്ക് പറഞ്ഞെന്ന് ഈ പറയുന്നേ? നമ്മുടെ അമ്മയോ? അമ്മയെ ഏട്ടൻ എപ്പോ കണ്ടു? എന്റെ പൊന്നേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ ചെന്ന് ചോറ് വിളമ്പി വെക്ക. കഴിച്ചിട്ട് എവിടെയെങ്കിലും ചെന്നൊന്ന് കിടക്കണം. എന്നെ വഴക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ടല്ലേ പറഞ്ഞത്. അതുകൊണ്ട് എനിക്കിതിലൊരു പരാതിയില്ല, പരിഭവമില്ല. ഞാനത് മനസ്സിൽ നിന്ന് തന്നെ എടുത്ത് കളഞ്ഞിരിക്കുന്നു.